നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റിപ്പോർട്ടർ ടിവി തൃശൂർ ബ്യൂറോ ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ചാനൽ അധികൃതർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കയ്പമംഗലം കുരുക്കുഴിയിൽ സുഹൃത്തുക്കളായ രണ്ടുപേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുന്നംകുളം ദേശീയപാതയിൽ കൈപ്പറമ്പിൽ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് മരിച്ചു. വേലൂരിൽ ജുവല്ലറിയിൽ മോഷണം. വാർത്തകൾ വിശദമായി. റിപ്പോർട്ടർ ടിവി തൃശൂർ ബ്യൂറോ ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ചാനൽ അധികൃതർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ്, വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് സൗരാഗ്, നിഖിൽ ദേവ്, അമൽ ജെയിംസ് എന്നിവരാണ് ഓഫീസ് ആക്രമിച്ചത്. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ബ്യൂറോയിലെ കാറിന് മുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി നാട്ടി. മുകളിലെ ഓഫീസിലേക്കുള്ള പടികളിലും വാതിലിലും കരിയോയിൽ ഒഴിച്ചു. വാതിലിൽ റിപ്പോർട്ടറിനെതിരെ നോട്ടീസ് പതിച്ചു. റിപ്പോർട്ടർ ചാനലിനെ അധിക്ഷേപിക്കുന്ന വാചകങ്ങളാണ് നോട്ടീസിലുണ്ടായിരുന്നത്. സംഭവത്തിൽ റിപ്പോർട്ടർ ടിവി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സർക്കാരിനോട് റിപ്പോർട്ടർ ടിവി ആവശ്യപ്പെട്ടു. മാധ്യമ രംഗത്തെ വലിയ പീഡനം പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയക്കകത്ത് വരെ റിപ്പോർട്ടർ ചാനലില് മുൻ വർക്ക് ചെയ്തിരുന്ന വനിതകൾ പീഡനം അവരുടെ മുഖപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ വെറും ചാനലല്ല, റേപ്പ് പോർട്ടറാണെന്ന് യൂത്ത് കോൺഗ്രസ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചാനലിനെതിരെ ശക്തമായ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. അവിടെ വനിതാ ജീവനക്കാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്ത ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇതുവരെ 3ഓളം വരുന്ന വനിതാ പ്രവർത്തകർ, അവിടെ ജോലി ചെയ്യുന്ന വനിതാ പ്രവർത്തകർ 3 പേർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഉണ്ടായ മുഴുവനായിരിക്കുന്ന പീഡനങ്ങളും തുറന്നെഴുതിയിരിക്കുകയാണ്. ഇതിന് ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തും. ഇത് റിപ്പോർട്ടറല്ല, റിപ്പോർട്ടറാണെന്ന വലിയ മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തുകയാണ്. കയ്പമംഗലം കുരുക്കുഴിയിൽ സുഹൃത്തുക്കളായ 2 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി ചാമക്കാല സ്വദേശികളായ മതിലകത്ത് വീട്ടിൽ നജീബ്, പള്ളിപ്പറമ്പിൽ വീട്ടിൽ റിഹാദ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി 9 മണിയോടെ കൂരിക്കുഴി 18 മുറി ലൈബ്രറിക്കടുത്തായിരുന്നു കത്തിക്കുത്ത് നടന്നത്. 18 മുറി സ്വദേശികളായ പുതിയ വീട്ടിൽ ബിലാൽ, വലിയകത്ത് സുൻസാം എന്നിവർക്കാണ് കുത്തേറ്റത്. പരിക്കേറ്റ് ബിലാൽ നേരത്തെ വിദേശത്തായിരുന്നു. സമയത്ത് പ്രതികളുടെ സുഹൃത്തുക്കളെ ഫോണിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഇരുവരും നേരത്തെ വാക്കുതർക്കം നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ബിലാലിനെയും സഹോദരനെയും ചിലർ ആക്രമിക്കുകയും പരിക്കേറ്റ ബിലാൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. സഹോദരന്റെ പരാതിയിൽ കയ്പമംഗലം പോലീസ് കേസെടുത്തതോടെ സംഭവം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് പ്രതികളുടെ സുഹൃത്തായ വിനീഷ് എന്നയാൾ സുൻസാമിനെയും ബിലാലിനെയും വിളിച്ചു വരുത്തുകയായിരുന്നു. എന്നാൽ സംസാരത്തിനിടെ വീണ്ടും തർക്കമാവുകയും വിനീഷ് ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായി ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. കേസിലെ മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. തൃശൂർ കുന്നംകുളം ദേശീയപാതയിൽ കൈപ്പറമ്പിൽ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. പാവറട്ടിയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ജീസസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. ഏഴാങ്കല് സെന്ററിൽ വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ബസ് ഡ്രൈവർ ഹസൻ, കണ്ടക്ടർ ഷാഹുൽ മറ്റം സ്വദേശികളായ രാജേഷ് കുമാർ, രാമകൃഷ്ണൻ, മകൻ ദീപു മഴുവഞ്ചേരി സ്വദേശികളായ ശങ്കരൻകുട്ടി, ജെയിൻ, കൈപ്പറമ്പ് സ്വദേശി ഗോപിക, തൂവാനൂർ സ്വദേശി സതീഷ, പുതുശ്ശേരി സ്വദേശി ആനന്ദകുമാർ, അന്യസംസ്ഥാന തൊഴിലാളികളായ സിക്കന്ദർ, പഞ്ചനായക് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
വേലൂരിൽ ജുവല്ലറിയിൽ മോഷണം. വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോസൻസ് ഫാഷൻ ജ്വല്ലറിയിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. സ്വർണ്ണാഭരണം എടുക്കാനെന്ന വ്യാജേന മാസ്ക് ധരിച്ചെത്തിയ അജ്ഞാതനായ യുവാവ് 3 പവന്റെ താലിമാല ആവശ്യപ്പെട്ടു. മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഉടമ പുറകെ ഓടിയെങ്കിലും ഇയാൾ കുറച്ചകലെ നിർത്തിയിരുന്ന മറ്റൊരാളുടെ ബൈക്കിന് പുറകിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വേലൂർ കീഴ്ത്തണ്ടലത്ത് നിന്ന് മയക്കുമരുന്നായ MDMAയുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര സ്വദേശി കറപ്പ വീട്ടിൽ നാസിം, കുന്നംകുളം സ്വദേശി പാപ്പാത്ത് വീട്ടിൽ പ്രജീഷ് എന്നിവരെയാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 40 ഗ്രാം MDMA പിടിച്ചെടുത്തു. കീഴ്ത്തണ്ടലത്തുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രഹസ്യവിരുദ്ധ സ്ക്വാഡിന് നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ രാത്രി വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയതാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ പിന്നീട് എരുമപ്പെട്ടി പോലീസിന് കൈമാറി. ഫോണിൽ സംസാരിച്ചു നടക്കുന്നതിനിടെ വീടിന് മുകളിൽ നിന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം അയോധ്യ നഗറിൽ കൂട്ടാല വീട്ടിൽ 41 വയസ്സുള്ള രാജീവ് ആദിത്യയാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടാണ് വീടിന് മുകളിൽ നിന്ന് വീണത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയിലാണ് മരണം. ഫോട്ടോഗ്രാഫറും LLB വിദ്യാർത്ഥിയുമാണ് രാജീവ് ആദിത്യ. കൊല്ലൂർ വിശുദ്ധ യുവപ്രേസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ ദിവ്യബലിക്ക് അതിരൂപത ജനറൽ വികാരി മോസിനോ ജോസ് പോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സനൽ മാളിയാക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ റൽമിൻ ഒലങ്കേഗിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഊട്ടുവെഞ്ചരിപ്പ് തീർത്ഥകേന്ദ്രം മുൻ ഡയറക്ടർ ഫാദർ റാഫേൽ വടക്കൻ നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ശക്തമായ മഴയിൽ അളഗപ്പനഗർ എരീക്കോട് വീട് തകർന്നു വീണു. വെള്ളാത്തറ ശശിയുടെ ഓടിട്ട വീടാണ് തകർന്നത്. ശശിയും ഭാര്യയും മകനും മാത്രം വീട്ടിനകത്തുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേൽക്കൂര പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചുമരുകൾക്ക് വിള്ളലുമുണ്ട്. AC മൊയ്തീൻ MLAയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത 45ഓളം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തകർന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാമ്പ്രബിൽ, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉൾപ്പെടെ 45ഓളം പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്ത് NSS കോളേജ് വളണ്ടിയർമാർ. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് 3 മുറി ശാന്തി ഭവൻ വൃദ്ധസദനം സന്ദർശിച്ച് അന്തേവാസികളായ അമ്മമാർക്ക് ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തത്. അമ്മമാർക്കായി കലാപരിപാടികളും അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K സതീഷ്, PTA പ്രസിഡന്റ് KS പ്രസാദ്, NSS പ്രോഗ്രാം ഓഫീസർ K സന്ധ്യ, അധ്യാപകരായ TS രഞ്ജിനി, TD നിമ്മി എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ സർഗ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ചൂലൂർ യോഗിനിമാത ബാലിക സദനത്തിൽ സ്നേഹാദരം നടത്തി. സർഗ സംസ്കൃതിയുടെ അംഗമായിരുന്ന മരണപ്പെട്ടു പോയ ബിന്ദു ശ്രീനിവാസന്റെ വിവാഹ വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് സ്നേഹാദരവ് നടത്തിയത്. ബാലിക സദനത്തിലെ വിദ്യാർത്ഥിനികളിൽ നിന്നും വിദ്യാഭ്യാസത്തിലും സ്പോർട്സിലും ഡ്രോയിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥിനികൾക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ് അധ്യക്ഷത വഹിച്ച പരിപാടി നാട്യ ഗ്രാമപഞ്ചായത്ത് മെമ്പർ P വിനു സ്നേഹാദരം 2025 ഉദ്ഘാടനം ചെയ്തു. സർഗ സംസ്കൃതി വൈസ് ചെയർമാൻ ആൻഡോ തൊറയൻ, ബാലിക സേവാ കേന്ദ്രം പ്രസിഡന്റ് സദാനന്ദൻ അരയംപറമ്പിൽ, സൗഹൃദ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് പോൾ ചിറ്റിലപ്പള്ളി, ശ്രീനിവാസൻ, ബാലിക സദനം ഭാരവാഹികളായ തിലകൻ, സജീവൻ, സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറയണവരോട് ദേഷ്യം വരും. പക്ഷെ വളർന്ന് വലുതാവുമ്പോഴാണ് നമ്മൾ അന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞിരുന്നതെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് ബോധ്യം വരിക. നമ്മൾക്കൊരു ജോലി കിട്ടി നമ്മളുടെ ആ ഒരു കഴിവില് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം കിട്ടുക. ഇന്നിപ്പോ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പഠിക്കാനൊക്കെ പറയുമ്പോൾ ഏത് നേരം പഠിക്കാൻ പറയുന്നു. പക്ഷെ നമ്മളിപ്പോ നമുക്ക് ആകെ ഒരു ഇത് മാത്രമേ ചിന്ത വേണ്ടൂ, പഠിക്കുക. കിട്ടുന്ന സമയം മുഴുവൻ പഠിച്ച് നമ്മൾ നല്ല കുട്ടികളായിട്ട് സമൂഹത്തിൽ വളരുക, അത്ര മാത്രമേ നമ്മൾ വേണ്ടൂ. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കരയാമുട്ടം ഹെൽത്ത് സെന്റർ ഹാളിൽ നടന്ന ഓണാഘോഷ ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പറുമായ VR ജിത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ CDS ജയന്തി TK സ്വാഗതം പറഞ്ഞു. ADS അംഗങ്ങൾ, കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, യൂണിറ്റ് അംഗങ്ങൾ, ഹരിതകർമ്മ സേന കൺസോർഷ്യം പ്രസിഡന്റ് രേഖ, NREC അംഗങ്ങൾ, ഹെൽത്ത് സെന്ററിലെ
MLSB നഴ്സുമാർ, PASC ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആൽഫ പാലിയേറ്റീവ് കെയർ എടത്തിരുത്തി ലിങ്ക് സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ആൽഫ ലിങ്ക് സെന്റർ പ്രസിഡന്റ് പ്രതാപൻ മേനോത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ, ട്രഷറർ ഇബ്രാഹിംകുട്ടി, സതീഷ് കുമാർ വിശാഖപട്ടണം, മോഹനൻ പൈനാട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തണ്ടും തടിയും പോയി അളുമേലില്ല തങ്കലോടിഞ്ഞു. കൂരുക്കുഴി AMUP സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായി 18 മുറി നേതാജി വായനശാല ഒരുക്കിയ വ്യത്യസ്തമായ പൂക്കളം ശ്രദ്ധേയമായി. ഇന്ത്യൻ ഭരണഘടനയും ഓണവും നമുക്ക് തരുന്ന സന്ദേശമാണ് പൂക്കളത്തിന്റെ ആശയം. 20 അടി വലിപ്പമുള്ള പൂക്കളം തീർക്കാൻ 35 കിലോ പൂക്കളാണ് ഉപയോഗിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സിനിമാ സംവിധായകൻ KB മധു, ചിത്രകാരൻ സയ്യിദ് ഷാഹി, നേതാജി വായനശാല സെക്രട്ടറി KK സതീശൻ എന്നിവർ ചേർന്നാണ് പൂക്കളം തീർത്തത്. കൈപ്പൊങ്കലം പോലീസ് ഇൻസ്പെക്ടർ R ബിജു ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ഉബൈദ്, വൈസ് പ്രസിഡന്റ് KK ഭാസ്കരൻ, PTA പ്രസിഡന്റ് KS സുവിൻ, പ്രധാനാധ്യാപിക ഷൈജി ചാക്കോ, KV സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ആഘോഷത്തിമിർപ്പിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്രയോടെയായിരുന്നു ഓണാഘോഷങ്ങളുടെ തുടക്കം. തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അണിനിരന്ന വടംവലി മത്സരം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ PK ശ്രീജിഷ്, VB സജിത്ത്, പ്രധാനാധ്യാപകൻ KS കിരൺ, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൃദയം നിറഞ്ഞ ഓണാശംസ. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് അതിവിപുലമായ ആഘോഷ പരിപാടികളോടുകൂടിയാണ് ഈ വർഷത്തെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. 4000 വിദ്യാർത്ഥികൾക്ക് ഓണസദ്യ നൽകിക്കൊണ്ട് അതിവിപുലമായി കലാപരിപാടികളും അതോടൊപ്പം തന്നെ ഓണച്ചമയ ആഘോഷങ്ങൾക്കും വേണ്ടി കുട്ടികൾ തയ്യാറെടുക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിപ്പോർട്ടർ TV തൃശൂർ ബ്യൂറോ ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. ചാനൽ അധികൃതർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കൈപ്പമംഗലം കൂരുക്കുഴിയിൽ സുഹൃത്തുക്കളായ 2 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കുന്നംകുളം ദേശീയപാതയിൽ കൈപ്പറമ്പിൽ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് മരിച്ചു. വേലൂരിൽ ജുവല്ലറിയിൽ മോഷണം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.